ഹലോ ഗായ്സ്, അപ്പം ഇന്ന് എൻ്റെ കോളേജിലെ ഫസ്റ്റ് സെമ്മിലെ ജൂറി എക്സാം ആയിരുന്നു. അതിന് നമ്മൾ രാവിലെ തന്നെ ഫോർമൽസ് ഒക്കെ ഇട്ടിട്ട് കോളേജിലോട്ട് പോയി. എനിക്ക് എലമെന്റ്സ് ഓഫ് ഡിസൈനിന്റെ പോർട്ട്ഫോളിയോയുടെ സൈൻ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതങ്ങനെ ലിസ് മാമിന്റെ കയ്യിൽ നിന്ന് സൈനൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ പ്രിന്റ് എനിക്ക് എടുക്കാനുണ്ടായിരുന്നു, ഫ്രണ്ട് പേജ്. അത് വീണ്ടും പ്രിന്റ് എടുക്കാനായിട്ട് കോളേജ് വന്നിട്ട് തിരിച്ചു പോയി. ഇതൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ചെയ്തിട്ടുള്ള വർക്ക്സ്. ഇതാണ് നമുക്ക് ജൂറിക്ക് വെക്കേണ്ടത്. എനിക്ക് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ഇത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് ജിയോമെട്രിയുടെ പോർട്ട്ഫോളിയോ ആണ്. ഇതിനകത്ത് ഫസ്റ്റ് ലെറ്ററിങ്ങും കാര്യങ്ങളും, പിന്നെ ലൈൻസ്, അതുപോലെ ഇൻസ്ട്രുമെന്റ്സിന്റെ യൂസേജ് കാര്യങ്ങളൊക്കെയാണ്. ഇത് ഷെയ്ഡിങ് ആണ്. നമ്മൾ തന്നെ ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് അത് കട്ട് വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തേക്കാണ്. ഇത് ഗ്ലാസ് പെയിന്റ് ആണ്. ഇത് ടെസലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യണം. ഓരോ പാറ്റേൺ ടെസലേറ്റ് ആവുന്ന പാറ്റേൺ കണ്ടുപിടിച്ച് നമ്മൾ അതിന് ഗ്ലാസ് പെയിന്റിങ് ചെയ്യണം. ഇതൊക്കെ ഇന്റർലോക്കിങ്ങിൽ വരുന്നതാണ്. കോമ്പിനേഷൻ, ട്രാൻസ്ലേഷൻ, റൊട്ടേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു പോവാൻ പറ്റുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇതാണെന്ന് കുറച്ചു നേരമെങ്കിലും തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും, എന്താണ് ഫാഷൻ ഡിസൈനിങ്ങിന് ഇങ്ങനത്തെ വർക്ക്സ് ഒക്കെ എന്ന്. സത്യത്തിൽ നമുക്ക് തേർഡ് സെം ഒക്കെ എത്തുമ്പോഴത്തേക്കേ കറക്റ്റ് ഡിസൈനിങ്ങിലോട്ട് നമ്മളെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങത്തുള്ളൂ. ഫസ്റ്റ് സെമ്മിൽ നമുക്ക് കുറച്ച് ഫൈൻ ആർട്സ് അതുപോലെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് VR-ന്റെ പോർട്ട്ഫോളിയോ ആണ്. ഇതിനകത്ത് ഫസ്റ്റിലേ നമുക്ക് ബ്ലൈൻഡ് ഡ്രോയിങ്, റെൻഡറിങ്, ജസ്റ്റ് കുത്തി വരയ്ക്കുന്ന, അത് നമ്മുടെ കൈക്ക് ഇതാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെയാണ് നമുക്ക് ശരിക്കുള്ള ഷെയ്ഡിങ് ഒക്കെ തുടങ്ങുന്നത്. കറക്റ്റ് എല്ലാം എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ചെയ്താൽ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഇതൊക്കെ പെർസ്പെക്റ്റീവ് ഡ്രോയിങ് ആണ്. നമുക്ക് ഇതുവരെ VR ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ച് ഇതായിട്ടുള്ള വർക്ക്സ്. ഇത് കളർ വീലാണ്. ഇത് ടിൻഡ് ടോണ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ ആഡ് ചെയ്തിട്ടുള്ള കളേഴ്സ് ആണ്. ഇതാണ് EODയുടെ പോർട്ട്ഫോളിയോ. ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് ലൈൻസ് ആണ് വരുന്നത്. ഇത് നമ്മൾ സ്കെയിലൊന്നും യൂസ് ചെയ്യാതെ കൈവച്ച് തന്നെ വരയ്ക്കുന്നതാണ്. ഹൊറിസോണ്ടലും വെർട്ടിക്കൽ, ഡയഗണൽ, ഇത്രയും, പിന്നെ സ്പൈറല്, കർവ്ഡ്, ഡാഷ്ഡ് ലൈൻസ്, വേവ്ഡ്, ഇതെല്ലാം നമ്മൾ സ്കെയിൽ യൂസ് ചെയ്യാതാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്തേക്കുന്ന വർക്ക്സ് ഒക്കെ പലരുടെയും ഡിഫറെന്റ് ആയിരിക്കും. ഈ ലൈൻസ് ഒക്കെ സെയിം ആയിരിക്കും, പക്ഷെ നമ്മൾ ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ അതിനകത്ത് വരച്ചിരിക്കുന്ന പാറ്റേൺസ് ഡിഫറെന്റ് ആയിരിക്കും. ജോമെട്രിക്കകത്താണെങ്കിലും നമ്മൾ ചെയ്യുന്നത് പലതും പല രീതിയിലായിരിക്കും. ഇത് സെന്റാങ്കിളും ഡൂഡിലും ഒക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷേപ്പാണ്. ഷേപ്പ് ജോമെട്രിക്ക്, അതുപോലെ ഇത് ഓർഗാനിക്, ഇത് സ്റ്റൈലൈസ്ഡ്, ഇത് അബ്സ്ട്രാക്ട്. അടുത്തത് നമുക്ക് സ്പേസ് ആണ്. സ്പേസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവും പോസിറ്റീവ് സ്പേസും ആണ്. ഇത് നമ്മളൊരു ഇല പറിച്ചിട്ട് അതിന് നെഗറ്റീവും പോസിറ്റീവും സ്പേസ് ആക്കി കാണിച്ചേക്കാണ്. ഇത് പ്ലാൻ കളർ വീലാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്തേക്കുന്ന അനലോഗസ് ആയിട്ടുള്ള കളേഴ്സ് പാറ്റേണിനകത്ത് ഫിൽ ചെയ്തേക്കാണ്. അടുത്തത് അക്രോമാറ്റിക് ആണ്. അതിനുശേഷം മോണോക്രോമാറ്റിക്, അത് കഴിഞ്ഞിട്ട് കോംപ്ലിമെന്ററി, അത് കഴിഞ്ഞിട്ട് ട്രയാഡ്, ടെട്രാഡ്. ഇതൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ള സമയമല്ല, വീഡിയോക്കകത്ത് സ്പേസ് കിട്ടുന്നില്ല. എന്തൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ സാരമില്ല. പിന്നെ ഞാൻ എപ്പോഴേലും ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണ്ടവർക്ക് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ നമ്മൾ പോസ്റ്റർ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാഫ് റൂമിൽ പോയി സീൽ വാങ്ങിക്കണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജൂറിക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ജൂറി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഉള്ള ചിരിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വർക്ക്സ് ഒക്കെ ലോക്കറിൽ വെക്കാനായിട്ട് പോയി. പിന്നെ ഫുഡ് കഴിച്ചു. പിന്നെ ഹോസ്റ്റലിൽ വന്നു, ചായ കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ സ്ക്രാപ്പ് ബുക്ക് എഴുതാനിരുന്ന്. സ്ക്രാപ്പ് ബുക്കൊക്കെ ഒറ്റ ദിവസം കൊണ്ട് എഴുതി സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പൊ ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്.